ആഫ്റ്റർ 20 ഇയേഴ്സ് ബൈ ഒ ഹെൻറി. ഒ ഹെൻറി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ തന്നെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സിൽ ഒരാളാണ്. ആൻഡ് ഒ ഹെൻറി എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ആൻഡ് ഹി സെലിബ്രേറ്റഡ് ഫോർ ഹിസ് വിറ്റ്, ഐറണി ആൻഡ് ഹിസ് എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്സ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി, ദ ലാസ്റ്റ് ലീഫാണ്. അതിൽ തന്നെ ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന വർക്ക് ഫ്രണ്ട്ഷിപ്പിനെയും ഹോപ്പിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന അത്യാവശ്യം വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആഫ്റ്റർ 20 ഇയേഴ്സ് എന്ന് പറയുന്ന ഒ ഹെൻറിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ആഫ്റ്റർ 20 ഇയേഴ്സ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി 1906 എഴുതിയത്. ആൻഡ് ഇത് 20 വർഷങ്ങൾക്ക് ശേഷമുള്ള രണ്ട് ഓൾഡ് ഫ്രണ്ട്സിനെ റീയൂണിയനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് രണ്ട് ക്യാരക്ടേഴ്സിനെ കാണാം, ബോബ് ആൻഡ് ജിമ്മി. രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ബോബ് ആൻഡ് ജിമ്മി എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പം അവർ ചെയ്തേക്കുന്ന ഒരു പാക്റ്റിൻ്റെ പേര്, അവർ ലൈഫിൻ്റെ ഒരു മൊമെൻറ്റിൽ ചെയ്ത ഒരു പാക്റ്റിൽ 20 ഇയേഴ്സ് ആഫ്റ്റർ സെയിം പ്ലേസിൽ അവർ ഒത്തുകൂടുമെന്നതായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ബോണ്ടിൻ്റെ എല്ലാം സ്ട്രെങ്തും അതിനെ കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ബോബിനെയും ജിമ്മിയും നമുക്ക് കാണാം. അപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞ വാക്ക് പാലിക്കുന്ന രണ്ട് സുഹൃത്തുക്കളെയാണ് നമ്മൾ ഈ സ്റ്റോറി എടുത്ത് കാണുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട്ഷിപ്പ്, ഐഡൻറ്റിറ്റി, മൊറാലിറ്റി, പിന്നെ പാസേജ് ഓഫ് ടൈം, ഇങ്ങനെയുള്ള കുറേ തീംസ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഹ്യൂമർ, റിലേഷൻഷിപ്സിൻ്റെയും പേഴ്സണൽ ഗ്രോത്തിൻ്റെയൊക്കെ ആണെങ്കിലും ഒരു തീം മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ഉടനീളം പോകുന്നുണ്ട്. ഇതിവിടെ ബോബും ജിമ്മിയും രണ്ട് വഴിക്ക് പോയതിന് ശേഷം 20 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നൊരു ഭാഗവും ആ 20 വർഷങ്ങൾക്കിടയിൽ ഇവർക്ക് രണ്ടുപേർക്കും വന്ന വ്യത്യസ്തമായിട്ടുള്ള ചേഞ്ചസും അവരുടെ ലൈഫിൽ വന്നേക്കുന്ന ചേഞ്ചസും എല്ലാം നമ്മുടെ ഈ സ്റ്റോറിയുടെ അകത്ത് പറയുന്നുണ്ട്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ട്വിസ്റ്റ് ആണെങ്കിലും ഈ ഷോർട്ട് സ്റ്റോറിയിലുണ്ട്. അപ്പം നമ്മുടെ ഈ ഷോർട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പോലീസ്മാൻ അറൗണ്ട് 10 o'clock നൈറ്റ് ആയപ്പം ഇങ്ങനെ തെരുവിലൂടെ നടക്കുവാണ്. അപ്പം ആ സമയത്ത് എന്തെങ്കിലും ഒരു പോലീസുകാരൻ എന്തിനായിരിക്കും നൈറ്റ് നടക്കുന്നത്, നൈറ്റ് പെട്രോളിങ് എന്നൊരു രീതിയിൽ നടക്കുന്ന സമയത്ത് അവിടെ ഓരോ ക്ലബ്ബും അങ്ങനെയുള്ള അടുത്തൊക്കെ ആണെങ്കിലും ഈ പോലീസുകാരൻ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ. അപ്പം എന്തായാലും മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് ടൗണിൽ ഇത് ക്ലോസ് ചെയ്തിരിക്കുമായിരുന്നു. ദ സ്ട്രീറ്റ് ഈസ് മോസ്റ്റ്ലി എല്ലാ ബിസിനസ്സും ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പോലീസ്മാൻ ഇങ്ങനെ നടന്നു പോകുന്നതിനിടയ്ക്ക് പുള്ളി പെട്ടെന്ന് സ്ലോ ഡൗൺ ചെയ്യുവാണ്. ബിക്കോസ് അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുവാണ്. അപ്പം അവിടെ ഒരു വ്യക്തിയുടെ ഷാഡോസ് കണ്ടതുകൊണ്ട് ആ സ്റ്റോറിൻ്റെ ഡോർവേയിലോട്ട് നമ്മുടെ ഈ പോലീസുകാരൻ ചെല്ലുവാണ്. പെട്ടെന്ന് ഈ സ്ട്രേഞ്ചർ എന്ത് ചെയ്യുവാണ്, ഹീസ് ലൈറ്റിങ് എല്ലാം സിഗരറ്റ് കത്തിക്കുവാണ് ചെയ്യുന്നത്. അപ്പം സിഗരറ്റ് കത്തിച്ച് മൗത്ത് വെച്ചിട്ട് പോലീസുകാരനോട് സംസാരിക്കുവാണ്. ഞാൻ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല സാറേ, ഞാനിവിടെ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പറയുവാണ്, ഞാൻ ഇന്നോ ഇന്നലെ എടുത്ത അപ്പോയിൻമെൻ്റ് ഇല്ല, 20 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്ലേസിൽ സെയിം സ്പോട്ടിൽ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. ആ അപ്പോയിൻമെൻറ്റിൻ്റെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടി ഞാൻ വന്ന് നിൽക്കുന്നതാണെന്ന് പറയുവാണ്. എന്നിട്ട് പറയുവാണ്, ഇവിടെ ബിഗ് ജോ ബ്രാഡീസിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്ന ടൈമിൽ എടുത്ത ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. ആ അപ്പോയിൻമെൻറ്റിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നു. എന്നിട്ട് നമ്മുടെ പോലീസ്മാൻ പറയുവാണ്, അണ്ടിൽ 5 years ago ഈ പറയുന്ന ബിഗ് ജോ ബ്രാഡീസ് റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുവാണ്. ആൻഡ് അഗെയിൻ ഈ മാൻ, നമ്മുടെ പോലീസുകാരനല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്പീക്കറായിട്ടുള്ള ആൾ ഒരു സിഗരറ്റ് കത്തിക്കുന്നു. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഇയാളുടെ പെയിൽ ഫേസ് കാണാൻ വേണ്ടി പറ്റുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇൻ്റലിജൻറ്റ് ഐസും ഒരു വൈറ്റ് സ്കാറുള്ള ഒരു മുറിവ്, പിന്നെ ഒരു സ്ക്വയർ ഷേപ്ഡ് ജോയൊക്കെ ആണെങ്കിലും നമ്മുടെ പോലീസുകാരൻ നന്നായിട്ട് കാണുവാണ്. ആൻഡ് നമ്മുടെ ഈ സിഗരറ്റ് കത്തിച്ച് നിൽക്കുന്ന വ്യക്തി പറയുവാണ്, ഈസ് ഗോയിങ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ 20 years ബിഫോർ എന്നുള്ളത്. 20 വർഷങ്ങൾക്ക് മുൻപ് ബിഗ് ജോ ബ്രാഡിയുടെ ഈ പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും ഫുഡ് കഴിച്ച് ഞങ്ങൾ പിരിയുവാണ് ചെയ്തത്. ഞങ്ങൾ
പിരിയുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചാണ് ചെറുപ്പം തൊട്ട് ന്യൂയോർക്കിൽ റേസ് ചെയ്യപ്പെട്ടത്. ഞങ്ങൾ ഒരുമിച്ചാണ് ജനിച്ച് വളർന്നത്. വി വർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് വെസ്റ്റിലോട്ടും ജിമ്മി എന്ന് പറയുന്നതാണ് ആ അതർ ഫ്രണ്ട്. ജിമ്മിക്ക് ഈ ന്യൂയോർക്കിൽ തന്നെ സെറ്റിൽ ആവണമെന്നും പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴി സ്വീകരിക്കേണ്ടതായിട്ട് വരുവാണ്. പക്ഷേ അന്ന് ആ നൈറ്റിൽ ഞങ്ങൾ എഗ്രി ചെയ്തതാണ് ഈ സെയിം ലൊക്കേഷനിൽ 20 years ലേറ്റർ ഞങ്ങൾ രണ്ടുപേരും, അത് ലൈഫിൻ്റെ ജീവനുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും രണ്ടുപേരും നല്ലതാണെങ്കിലും മോശമായിട്ടുള്ളൊരു ജീവിത സാഹചര്യത്തിലാണെങ്കിൽ പോലും 20 വർഷങ്ങൾക്കപ്പുറം ഒരുമിച്ച് കണ്ടുമുട്ടുമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പോലീസ്മാൻ ഇത് കേട്ടിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുവാണ്. ഇത്രത്തോളം വർഷം കാത്തിരുന്നിട്ട് നിങ്ങൾ കാണുന്നതെന്ന് പറയുന്നത് വലിയ കാര്യമാണെന്ന് പറയുവാണ്. എന്നിട്ട് ഈ മീൻവൈൽ നമ്മൾ ഈ ബോബെന്നാണ് BOB ബോബെന്നാണ് മറ്റേ ക്യാരക്ടറിൻ്റെ പേര്. ഈ ക്യാരക്ടർ അയാളുടെ ഈ ഫേസിൽ സ്കാറും ഇതെല്ലാം പറയുന്ന ഒപ്പം തന്നെ ഇയാളുടെ കഴുത്തിലുള്ള ഒരു ഡയമണ്ടും പിന്നെ ഇയാളുടെ വാച്ചിൻ്റെ നമ്മുടെ ഒരു പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ആ പോയിൻറ്റ്സിലുള്ള ഡയമണ്ട്സും ഇതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ, ഹി ബിക്കേം എ റിച്ച് പേഴ്സൺ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പം ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഈ വെസ്റ്റിൽ പോയി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തതായിട്ടോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നില്ല. ഹി ബിക്കെയിം റിച്ച് ആൻഡ് ഒരു അത്യാവശ്യം പോഷായിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നീട് പറയുന്നത് അപ്പം നമ്മുടെ പോലീസുകാരൻ പറയുവാണ്, ഉറപ്പായിട്ട് ഇനിയിപ്പം ഏകദേശം കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സുഹൃത്ത് വരാൻ വേണ്ടി, 10 മണി ആകാറാകുന്നു. അപ്പം ഒരു പക്ഷേ വന്നില്ലെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബോബ് പറയുന്നുണ്ട്, എൻ്റെയും ജിമ്മിയുടെ ഫ്രണ്ട്ഷിപ്പ് അത്രയും പ്യുവറാണ്, ഞങ്ങൾ ഉറപ്പായിട്ട് കണ്ടുമുട്ടും. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ എന്താണെങ്കിലും ഇവിടെ എത്തും. ഞാനൊരു അരമണിക്കൂറും കൂടിയാണെങ്കിലും കാത്തു നിൽക്കാൻ വേണ്ടി റെഡിയാണ്. 20 വർഷം കാത്തിരുന്ന എനിക്ക് ജിമ്മിക്ക് വേണ്ടി അരമണിക്കൂറും കൂടി കാത്തു നിൽക്കുന്നതിന് മടിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ്, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് അവൻ വില കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ട് ജിമ്മി എത്തുമെന്ന് പറയുവാണ്. അപ്പം എന്നിട്ട് പറയുന്നത്, ജിമ്മി ഈസ് ദ ട്രൂവസ്റ്റ് ആൻഡ് മോസ്റ്റ് ലോയൽ മാൻ ഇൻ ദ എൻറ്റയർ വേൾഡ് എന്നാണ് ബോബ് പറയുന്നത്. അതുകൊണ്ട് അവൻ ഉറപ്പായിട്ട് വരും. എത്ര 1000 മൈൽസ് അപ്പാർട്ടാണെങ്കിലും അവൻ ഇന്നിവിടെ ഈ മീറ്റിങ്ങിന് വേണ്ടി വരാതിരിക്കത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ പോലീസുകാരൻ പിന്നെ ഗുഡ് ലക്ക് വിഷ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുവാണ്. എന്നിട്ട് നമ്മുടെ ഈ മാൻ അവിടെ ആ ഡോർവേയിൽ ഇങ്ങനെ സ്മോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ജിമ്മി വരുവാണ് ചെയ്യുന്നത്. ഹി വാസ് വെരി ഹാപ്പി. ബോബ് കാരണം അവന് പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്രയും ഹാപ്പിയാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫേം ചെയ്യുവാണ്. കാരണം 20 വർഷങ്ങളുടെ പഴക്കമുണ്ട്, മാറ്റങ്ങളുണ്ട്, ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. ബോബ് ജിമ്മിയാണോ എന്നും ജിമ്മി ബോബ് ആണോ എന്നും കൺഫേം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബോബ് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ജിമ്മിക്ക് ഭയങ്കര മാറ്റം വന്നു, ജിമ്മിക്ക് കുറേ കൂടി പൊക്കം വെച്ചതുപോലെയൊക്കെ തോന്നുന്നെന്ന് പറയുന്നു. അപ്പം പറയുവാണ്, ഞാൻ 20s കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൈറ്റ് വെച്ചെന്ന് പറയുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോബിന് 18 വയസ്സും ജിമ്മിക്ക് 20 വയസ്സുള്ള സമയത്താണ് ഇവർ രണ്ടുപേരും ഈ 2 സെക്ഷനായിട്ട് പിരിഞ്ഞ് പോകുന്നത്. എന്നിട്ട് അവിടെ കുറച്ച് നേരം നിന്നിട്ട് ഇവർ പുറത്തോട്ട് പറയുവാണ്. എന്നിട്ട് നമ്മുടെ ജിമ്മി പറയുവാണ്, ഇവിടെ നിൽക്കണ്ട, എൻ്റെ ഒരു ഫ്രണ്ടുള്ള ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ പോയി നമുക്ക് അവിടെ മീറ്റപ്പ് ചെയ്യാം, അവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവർ പോകുന്ന വഴിക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തോളോട് തോള് കൈയിട്ട് സംസാരിച്ച് പോകുന്നു. അപ്പോൾ ഇവൻ ആ വെസ്റ്റേൺ ഏരിയാസിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നു. മീൻവൈൽ നമ്മുടെ പോലീസുകാരനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ ആദ്യത്തെ 1-2 വർഷം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നീട് കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കുറഞ്ഞു പോയി. കാരണം വെസ്റ്റിൽ ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലോട്ട് നമ്മുടെ ബോബ് ഷിഫ്റ്റ് ചെയ്തതുകൊണ്ട്. എന്നിട്ട് ഇവർ സംസാരിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് അവിടുത്തെ ലൈറ്റിൽ, ഈ ലാമ്പ് ലൈറ്റിൽ ബോബ് നമ്മുടെ ജിമ്മിയുടെ ഫേസ് കാണുവാണ്. എന്നിട്ട് പറയുവാണ്, നീ എൻ്റെ ജിമ്മിയല്ല, അതെനിക്ക് ഉറപ്പാണെന്ന് പറയുവാണ്. അപ്പം ജിമ്മിയുടെ ക്യാരക്ടർ ചെയ്യുന്ന ആൾ പറയുവാണ്, അപ്പം 20 years എന്ന് പറയുന്നത് ഒരു ലോങ് ടൈമാണ്. പക്ഷേ ആ ലോങ് ടൈമും കൊണ്ട് ആരുടെ മൂക്കിന് മാറ്റമൊന്നും വരില്ല. വേറെ എന്ത് വന്നാലും നമ്മുടെ മുഖത്തിൽ ഒരു ഡിഫറൻസസ് വന്നാലും എൻ്റെ നോസിന് ചേഞ്ച് ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞ് ബോബ് പറയുവാണ്. അതുകൊണ്ട് നീ എൻ്റെ ജിമ്മി അല്ല എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ആ ടോൾ മാൻ പറയുവാണ്, സംടൈംസ് ചേഞ്ചസ് എ ഗുഡ് മാൻ ഇൻ ടു എ ബാഡ് മാൻ. ടൈം
പറയുന്ന മൂക്കിനും മറ്റുള്ളതിനും മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിലും ചില സമയങ്ങളിൽ നല്ലൊരു മനുഷ്യനെ മോശമായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മാറ്റാൻ സമയത്തിന് കഴിയുമെന്ന് പറയുവാണ്. എന്നിട്ട് അത് ശരിയല്ലേ മിസ്റ്റർ ശരിയല്ലേ എന്ന് ചോദിച്ചിട്ട് പറയുവാണ്, യു ഹാവ് ബീൻ അണ്ടർ അറസ്റ്റ് ഫോർ 10 മിനിറ്റ്സ് സിൽക്കി ബോബ് എന്ന് പറയുക. കഴിഞ്ഞ 10 മിനിറ്റിന് മുൻപ് തന്നെ നിങ്ങൾ അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്നു സിൽക്കി ബോബ് എന്ന് പറയുവാണ്. ബോബ് എന്ന് പറയുന്നത് ഒരു നാട് മുഴുവൻ അന്വേഷിക്കുന്ന ഒരു ക്രിമിനലാണ്. അപ്പം അവനെ കണ്ടെത്തിയിരിക്കുവാണ് പോലീസ്. അപ്പോൾ പറയുവാണ് ഇവിടെ കുറേ അപ്പം നിനക്ക് വേണ്ടി നിന്നെ അറസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിനക്ക് വേണ്ടി ഒരു കത്ത് എൻ്റെ കൈവശം ഒരാൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുവാണ്. ആ നോട്ട് അവൻ ഓപ്പൺ ചെയ്യുമ്പം ബോബ് വായിക്കുവാണ്. ഐ വാസ് അറ്റ് ദ അപ്പോയിൻറ്റഡ് പ്ലേസ് ഓൺ ടൈം വെൻ യു സ്ട്രക്ക് ദ മാച്ച് ടു ലൈറ്റ് യുവർ സിഗർ. ഐ സോ ഇറ്റ് വാസ് ദ ഫേസ് ഓഫ് മാൻ വാണ്ടർ ഇൻ ചിക്കാഗോ. സോ സംഹൗ ഐ കുഡൻ ഡു ഇറ്റ് myself. സോ ഐ വെൻറ്റ് അറൗണ്ട് ആൻഡ് ഗോട്ട് എ പ്ലെയിൻ ക്ലോസ് മാൻ ടു ഡു ദ ജോബ് ജിമ്മി. അപ്പം ജിമ്മി ബോബിന് എഴുതിയേക്കുന്നൊരു നോട്ടാണ്. ബോബ് അത് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ പറഞ്ഞ സമയത്ത് പറഞ്ഞ പ്ലേസിൽ എത്തിയിരുന്നു. നീ ആ സിഗരറ്റ് കത്തിച്ചപ്പോൾ ഐ ഹാവ് സീൻ യുവർ ഫേസ്. ചിക്കാഗോ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ചിക്കാഗോയിൽ ഏറ്റവും വാണ്ടഡ് ആയിട്ടുള്ള ഒരു ക്രിമിനലാണ് എന്ന് ആ ഫേസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എനിക്ക് തന്നെ നിന്നെ നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലാത്തത് കൊണ്ട് എൻ്റെ മനസ്സതിനെ അനുവദിക്കാത്തത് കൊണ്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള വേറൊരു മനുഷ്യനെ ഞാൻ ഈ ജോബ് ഏൽപ്പിക്കുകയാണ് ജിമ്മി എന്ന് പറഞ്ഞേക്കുക. അപ്പം യഥാർത്ഥത്തിൽ ആദ്യം വന്ന പോലീസുകാരൻ ജിമ്മി ആയിരുന്നു. പക്ഷെ ജിമ്മി ആണെന്നുള്ളത് റിവീൽ ചെയ്യാത്തതിന് കാരണം ഈ പറയുന്ന ബോബ് ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. മെയിനായിട്ട് നമ്മുടെ ഈ സ്റ്റോറിയുടെ അകത്ത് വരുന്ന തീംസ് ഫ്രണ്ട്ഷിപ്പ്, ലോയൽറ്റി, ടൈം ആൻഡ് ചേഞ്ച്, ഐഡൻറ്റിറ്റി ആൻഡ് ഡിസ്ഗൈസ്, ഫേറ്റ് ആൻഡ് കോയിൻസിഡൻസ്, മൊറാലിറ്റി ആൻഡ് റിഡംഷൻ ആണ്. ഇത് സ്ട്രക്ചർ ആണെങ്കിലും 2 ഫ്രണ്ട്സ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുന്നതാണ്. അപ്പം നമ്മുടെ ഈ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ട്, നമുക്കൊരു റൈസിങ് ആക്ഷൻ ഉണ്ട്, ഒരു ക്ലൈമാക്സ് ഉണ്ട്, റെസൊല്യൂഷൻ ഉണ്ട്. അപ്പം ഇതിങ്ങനെ സ്റ്റോറിക്ക് എന്നാൽ ഇതൊരു ഫിക്ഷൻ്റെ കാറ്റഗറി വരുന്നതാണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ അങ്ങനെ. പിന്നെ ഇതിൻ്റെ പ്ലോട്ട് എങ്ങനെയാണ്, ഒറ്റ ലീനിയർ പ്ലെയറായിട്ട് പോകുന്നു. ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഫ്ലാഷ് ബാക്ക് എവിടെയാണ് വരുന്നത്, ബോബ് പഴയ അവരുടെ 20 years ബാക്ക് സ്റ്റോറി പറയുന്ന ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അപ്പം അങ്ങനത്തെ എലമെൻറ്റ്സ് എല്ലാം ആഡപ്പ് ചെയ്ത് എഴുതുകയാണ് ചെയ്യേണ്ടത് പ്ലോട്ട് ചോദിച്ചാൽ. പിന്നെ വേണമെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ഫിഗേഴ്സ്, റൗണ്ട് ഫിഗേഴ്സ് ആണോ ഫ്ലാറ്റ് ഫിഗേഴ്സ് ആണോ എന്നൊക്കെയാണെങ്കിലും, ഫ്ലാറ്റ് ക്യാരക്ടേഴ്സ് ആണോ റൗണ്ട് ക്യാരക്ടേഴ്സ് ഒക്കെ ആണോ എന്നൊക്കെയാണെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്. അതും അനലൈസ് ചെയ്യേണ്ടതാണ്. ഇത്രയാണ് മെയിനായിട്ട് ഈ സ്റ്റോറിയുടെ അകത്ത് പറഞ്ഞേക്കുന്നത്.